ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ആവശ്യത്തിലധികം ആഹാരം അകത്ത് ചെല്ലുമ്പോൾ എല്ലിന്റെ ഇടയിൽ കയറുമെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ കയറിയതാണ് എയർ ഇന്ത്യ എക്സ്പ്രസിലെ 250 പേരടങ്ങുന്ന ക്യാബിൻ ക്രൂസിന്. എന്തായാലും അഹങ്കാരത്തിന്റെ ഫലമായി 25 പേരുടെ പണി പോയി കിട്ടി. ഇനി നിരവധി പേരുടെ പണി പോകും. പലരുടെയും ശമ്പളം വെട്ടിക്കുറയ്ക്കും, പ്രമോഷനുകൾ ബ്ലോക്ക് ചെയ്യും, സമരത്തിൽ പങ്കെടുത്തവരെ മുഴുവൻ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തും. അങ്ങനെ അതിശക്തമായ നടപടികൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ആരംഭിച്ചു കഴിഞ്ഞു. ഇതൊരു തൊഴിലാളി സമരമൊന്നുമല്ല, നിയമവിരുദ്ധമായ മനുഷ്യത്വമില്ലാത്ത അഹങ്കാരികളുടെ ഒരു കൂട്ടമായി മാറി ഈ ക്യാബിൻ ക്രൂസ്. മാസാമാസം കൃത്യമായി ലഭിക്കുന്ന ഉയർന്ന ശമ്പളം, സ്റ്റാർ സൗകര്യത്തിലുള്ള താമസ ഇടങ്ങൾ, ഏറ്റവും മുന്തിയ തരം ആഹാരം, യാത്ര ചെയ്യാൻ ലക്ഷറി വാഹനങ്ങൾ, അങ്ങനെ സ്വർഗീയ സുഖങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നവർക്ക് ഇവരുടെ ശമ്പള ഘടനയിൽ കമ്പനി വരുത്തിയ മാറ്റത്തിൽ പ്രതിഷേധിച്ചാണ് വിമാനം പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇക്കൂട്ടർ സമരം ചെയ്തത്. ഓരോ വിമാനത്തിലും എത്തേണ്ട ക്യാബിൻ ക്രൂസ് സമയത്ത് എത്തിച്ചേരാത്തത് കൊണ്ട് ഉദ്യോഗസ്ഥർ അവരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ്. 250 പേരാണ് ഒരു അസുഖവുമില്ലാതെ മെഡിക്കൽ ലീവ് എടുത്തത്. അനാവശ്യമായി ഇവർക്ക് മെഡിക്കൽ ലീവ് നൽകിയ ഡോക്ടർമാർക്കെതിരെയും നിയമ നടപടി ഉണ്ടാകണം. 90-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കിയപ്പോൾ ആയിരക്കണക്കിന് യാത്രക്കാർക്ക് സംഭവിച്ച ബുദ്ധിമുട്ടുകൾ ഒട്ടും ചെറുതല്ല. പലരും വിമാനത്താവളത്തിൽ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ ശേഷമാണ് ക്യാബിൻ ക്രൂസ് സമരത്തിലായതിനാൽ ഈ വിമാനം പറക്കില്ല എന്ന് മനസ്സിലാക്കുന്നത്. ലീവ് കഴിഞ്ഞ് കൃത്യസമയത്ത് ജോലിയിൽ ജോയിൻ ചെയ്യേണ്ടവർ, പുതുതായി ജോലിക്ക് പോകേണ്ടവർ, മക്കളുടെ അടുത്തേക്ക് പോകുന്ന വൃദ്ധ മാതാപിതാക്കൾ, കൃത്യസമയത്തിന് മീറ്റിംഗിനെത്തേണ്ട ഉദ്യോഗസ്ഥർ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ളവർ, ഇവിടെ വിവാഹത്തിൽ പങ്കെടുക്കേണ്ടവർ, അടിയന്തര ശസ്ത്രക്രിയ നടത്തേണ്ടവർ, ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ട ആളുകൾ, അങ്ങനെ എത്രയധികം മനുഷ്യരുടെ ജീവിതത്തിൽ തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി ഈ ക്യാബിൻ ക്രൂസ്. ഇവരെയൊക്കെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം. പുതുതായി 250 ക്യാബിൻ ക്രൂസിനെ നിയമിക്കുക എന്നത് ടാറ്റയെ സംബന്ധിച്ചിടത്തോളം ഒരു പൂ പറിക്കുന്ന ലാഘവം മാത്രം. മക്ക മദീനയിലേക്ക് തീർത്ഥാടനത്തിന് പോകാനിരുന്ന സംഘത്തിന്റെ യാത്ര മുടങ്ങി. അവരുടെ വാഹനവും താമസ സൗകര്യവും ഒക്കെ നേരത്തെ പണം കൊടുത്ത് ക്രമീകരിച്ച ശേഷമാണ് യാത്ര പ്ലാൻ ചെയ്യുന്നത്. അതൊക്കെ വലിയ സാമ്പത്തിക നഷ്ടത്തിലായി, യാത്ര തന്നെ അനിശ്ചിതത്വത്തിലായി. വിമാനയാത്ര നടത്താൻ കഴിയാത്തവരുടെ ടിക്കറ്റ് തുക മുഴുവൻ തിരികെ നൽകും എന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിരിക്കുന്നത്. അത് ടാറ്റയുടെ മാന്യത. അത്രമാത്രം പോരാ, യാത്ര മുടങ്ങിയ സർവർക്കും അർഹമായ നഷ്ടപരിഹാരം ലഭിക്കണം. ഒപ്പം കയറ്റി അയക്കുവാൻ സാധിക്കാതെ വന്ന ലക്ഷക്കണക്കിന് രൂപയുടെ പഴം, പച്ചക്കറി ഐറ്റംസ്, അതിന്റെ ഉടമകൾക്കും നഷ്ടപരിഹാരം ലഭിക്കണം. ഈ പണമെല്ലാം സമരം ചെയ്തവരിൽ നിന്ന് തന്നെ ഈടാക്കുകയും വേണം. 2022-ൽ ടാറ്റ ഗ്രൂപ്പ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഏറ്റെടുക്കുമ്പോൾ കേവലം 75 സർവീസുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ എയർ ഏഷ്യ ഉൾപ്പെടെ ടാറ്റ ഏറ്റെടുത്തതിന് ശേഷം നിലവിൽ 380 സർവീസുകൾ നടത്തുന്നു. 1.5 വർഷം കൊണ്ടുള്ള അത്ഭുത ഉയർച്ച. ഇവർ സമരം ചെയ്തത് ഇത്തരം വളർച്ചയെ തീർച്ചയായും ബാധിക്കും. ഈ അനാവശ്യ സമരത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ പാടില്ല. മാസം തോറും ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിച്ചിരുന്ന ജീവനക്കാരെയാണ് ടാറ്റ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഒരു പണിയുമില്ലാതെ സ്വന്തം പറമ്പിൽ പേപ്പർ വിമാനം നിർമ്മിച്ച് പറത്തി കളിക്കട്ടെ ഈ അഹങ്കാര സമരക്കാർ. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.